അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സ്നേഹമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. പരിപാവനമായ സഫർ മാസത്തിൻ്റെ പുണ്യങ്ങളേറെ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ പോവുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ഈ ദിക്റിൻ്റെ, സ്വലാത്തിൻ്റെ, തസ്ബീഹിൻ്റെ ഈ ഒരു മജ്ലിസും ഈ ഒരുമിച്ച് കൂടലും എന്തുകൊണ്ടും അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹുവിൻ്റെ മലക്കുകളൊക്കെ ഒരുപാട് കണ്ട് നമുക്ക് ദുആ ചെയ്യുന്ന അതിശ്രേഷ്ഠമായ ഒരു മജ്ലിസാണെന്നതിൽ യാതൊരു തർക്കവും വേണ്ട. അള്ളാഹു നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഈ ദിക്റിൻ്റെ, തസ്ബീഹിൻ്റെ, മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നിറവേറ്റി തരുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, സഫർ മാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇപ്പോഴും പല ആളുകളും അവർക്ക് സംശയം മാറി, എന്നാലും ഒരു ഒരു പ്രയാസം. ഉസ്താദേ, നാളെ ഞായറാഴ്ചയാണ്, നാളെ എൻ്റെ മോൻ്റെ കല്യാണമാണ്, നാളെ എൻ്റെ മോളുടെ കല്യാണമാണ്, അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച എൻ്റെ പെര താമസമാണ്, അല്ലെങ്കിൽ ഈ വരുന്ന ദിവസം ഞാനൊരു പുതിയ വാഹനം എടുക്കുന്നുണ്ട്. സഫർ മാസമായതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ? ഉസ്താദിൻ്റെ വീഡിയോ കണ്ടു, ഇല്ലയെന്ന് മനസ്സിലായി, എന്നാലും മനസ്സിനൊരു വിഷമം. ഒരു വിഷമം വേണ്ട, ഒരു സങ്കടവും വേണ്ട. ഈ പഴയ കാരണവന്മാരൊക്കെ സഫർ മാസത്തിൽ ഒന്നും നല്ല കാര്യം ചെയ്യില്ലേ എന്ന് പറഞ്ഞ് നമുക്കത് മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഒരു കിടക്കും വേണ്ട. അതായത് സഫർ മാസത്തിന് ഒരു കുഴപ്പമില്ലാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും നമ്മൾ നഹ്സുകളിൽ നിന്നുള്ള കാവൽ കിട്ടാൻ പ്രത്യേകം ദുആ ഇറക്കണം. ആ ദിക്റൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശിഫാ തരട്ടെ. ഒരുപാട് പേരാണ് ദുആ ഇറക്കാൻ പറഞ്ഞത്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആ ഇറക്കണമെന്ന് നിരവധി പേരെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ഇറക്കും. അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യമായി പറയുന്നത് ഒരു ദിക്റാണ്. നമ്മുടെ ജീവിതം മുഴുവനും അള്ളാഹുവിലേക്ക് നമ്മൾ ഭരമേൽപ്പിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണ്. അങ്ങനെ ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവൻ്റെ ജീവിതത്തിൽ വരുന്ന നന്മയും തിന്മയും പ്രയാസവും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹുവിൽ നിന്നാണെന്നുള്ള നല്ലൊരു വിശ്വാസമുണ്ടെങ്കിൽ ഒരു സങ്കടവും അവനിക്ക് ഉണ്ടാവില്ല. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാം അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന, ഭരമേൽപ്പിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. അത് വല്ലാത്തൊരു ദിക്റാണ്. ഒരുപാട് നേട്ടങ്ങളാണ് ആ ദിക്ർ നമ്മൾ ഓരോ സമയത്തും പറയുമ്പോൾ. റഹ്മത്തിൻ്റെ മലക്കുകൾ ഇങ്ങനെ കാത്തിരിക്കും. ആരാണ് ഈ ദിക്ർ പറയുന്നത്? പറയുന്നവർക്ക് അപ്പോൾ തന്നെ അവരിങ്ങനെ നന്മകളെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ നന്മ നമുക്കും വേണം. നമുക്ക് ഒന്നിച്ചൊന്ന് ആ ദിക്ർ പറഞ്ഞാലോ? എല്ലാവരും പറഞ്ഞു. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നമുക്ക് സ്വർഗം കണ്ടു മരിക്കണം, അല്ലേ? സ്വർഗം കണ്ടു മരിക്കാൻ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു ഇസ്മും
അതോടൊപ്പം തന്നെ നമുക്ക് സ്വർഗം കണ്ടു മരിക്കാനുള്ള ഒരു ദുആയും രണ്ടും കൂടി ചേർത്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മുമുണ്ട്, അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഒരു ദുആ, മരണപ്പെട്ടതിന് ശേഷം നമുക്ക് വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ദുആയാണ്, നമുക്ക് ഈമാൻ കിട്ടി മരിക്കാനുള്ള ഒരു ദുആയാണ് നമ്മൾ പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് പറഞ്ഞു. യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, يا ذا الجلال والإكرام أمتنا على دين الإسلام، 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 يا ذا الجلال والإكرام أمتنا على دين الإسلام. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകളാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് ഇസ്മുകൾ, രണ്ട് പേരുകൾ. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ കരുണയെ അറിയിക്കുന്നതാണ്. ഇത് രണ്ടും നമ്മൾ ദുആ ചെയ്യുന്നതിനൊക്കെ മുമ്പ് പറഞ്ഞാൽ അള്ളാഹു താല വേഗത്തിൽ നമ്മുടെ തേട്ടം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദുആ അത് വേഗത്തിൽ അള്ളാഹു താല കബൂൽ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു ഇസ്മ നമുക്ക് ഒന്ന് പറയാം. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മുറാദുകളുണ്ടോ എല്ലാം അള്ളാഹു താല ഈ ഒരു ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം, 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 യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം,
യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം 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 യാ റബ്ബു യാ റഹ്മാനു യാ റബ്ബു യാ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആരും നിസ്സാരമായി കാണുന്നതല്ല. മുത്തുനബിയെ സ്വപ്നം കാണുക, അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ. മുത്തായ ഹബീബിനെ സ്വപ്നം കാണാനും മരിക്കുന്ന സമയത്ത് നമ്മുടെ മുഖം പ്രകാശിച്ച് ഈമാനോടുകൂടി മരിക്കാനും അതുപോലെ നമുക്ക് താമസിയാതെ മദീനയിൽ ചെന്ന് മുത്തായ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു സ്വലാത്തുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അസ്സലാത്തു വസ്സലാമു അലൈക യാ سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي. വളരെ പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും മുഴുവൻ സ്വഹാബിമാർക്കുമുള്ള സ്വലാത്താണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരുപാട് സ്വലാത്തുകളുണ്ട്, എല്ലാം ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ്. ഒരുപാട് നേട്ടങ്ങളുണ്ട്. നമുക്ക് രോഗങ്ങൾ മാറാനും അതുപോലെ തന്നെ നമ്മുടെ നല്ല ഉദ്ദേശങ്ങളെ സഫലീകരിക്കാനും അതുപോലെ നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാനും മാറാ രോഗങ്ങളെ തൊട്ടുള്ള ശിഫ കിട്ടാനും എല്ലാത്തിനും പറ്റിയൊരു സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ സ്വലാത്ത് കുറച്ചു വട്ടം പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ
على سيدنا محمد والآل والأصحاب سلم اللهم صل 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 على سيدنا محمد والآل والأصحاب سلم പർവ്വത സമാനമായ തെറ്റുകൾ ചെയ്താലും അതുപോലെ തന്നെ നമുക്ക് കടലിൻ്റെ നുരയോളം അബദ്ധങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് പുറത്തു തരും എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള അതിപ്രധാനപ്പെട്ട ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. ഈ ദിക്ർ പറഞ്ഞാൽ എത്ര തിന്മ ചെയ്താലും അള്ളാഹു പുറത്തു തരുമെന്നാണ്, നമുക്ക് ഒരുപാട് ഖൈറാത്തുകൾ ജീവിതത്തിൽ കിട്ടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ആ ഒരു ദിക്ർ എന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ച് പറഞ്ഞു. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده
വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് തെറ്റുകളല്ലേ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നത്. ഒരുപാട് അബദ്ധങ്ങളും ഒരുപാട് കണ്ണുകൊണ്ട് കാതുകൊണ്ട് ഒക്കെ ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അള്ളാഹു നമുക്ക് എല്ലാം പുറത്തു തരുമാറാവട്ടെ. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. എല്ലാം അള്ളാഹു തആല നമുക്ക് മാപ്പാക്കി തരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ മജ്ലിസിൽ നമുക്ക് പ്രധാനമായും പറയാനുള്ളത് ഈ ഒരു ദിക്റാണ്. അതായത് ഇതൊരു ദുആയാണ്, ഇസ്തിഗ്ഫാറാണ്. എല്ലാ ഗണത്തിലും നമുക്ക് പെടുത്താൻ പറ്റുന്നതാണ്. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാനുള്ള പ്രത്യേകമായ ഒരു ദുആയാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു കേട്ടോ. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ ഗാഫിറൽ മുദ്നിബീൻ. അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി يا غافر المذنبين. اللهم اغفر لي ذنوبي 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 يا غافر المذنبين. നമ്മൾ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല. ഏത് സമയത്തും എവിടെ വെച്ചോ ഒക്കെ മരണം നമുക്ക് വരാം അല്ലേ. ഇന്ന് ആക്സിഡൻറ്റുകളൊക്കെ കൂടുന്ന കാലമാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെ, ആക്സിഡൻറ്റുകളും ഒരുപാട് അപകടങ്ങളൊക്കെ കൂടുന്ന കാലമാണ്. എപ്പോഴാണെങ്കിലും മരിക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് ഈമാൻ തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് മരിക്കുന്ന സമയത്ത് റബ്ബേ നല്ല ഖൈറായ മരണം തരണേ അല്ലാഹ് എന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹുവിനോട് ദുആരക്കാം. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله. اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله.
اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله اللهم اجعل آخر كلامنا عند الموت قول لا إله إلا الله നമ്മുടെ ജീവിതത്തിൽ തഖ്വ വേണം, ഇഖ്ലാസ് വേണം, അതുപോലെ നമുക്ക് നല്ല ആരോഗ്യം വേണം, എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള രക്ഷ വേണം, അല്ലേ? നമുക്ക് ദുന്യവിയും മുഹറവിയുമായ എല്ലാ നിഅമത്തുകളും കിട്ടണം. ആരോടും പിണക്കങ്ങളില്ലാത്ത നല്ലൊരു ജീവിതം വേണം. എല്ലാ നന്മകളും ചോദിക്കുന്ന ഒരു ദുആയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ اللهم إني أسألك الهدى والتقى والعفاف والغنى 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 നമുക്ക് ഏത് സമയത്ത് പറഞ്ഞാലും
മീസാൻ എന്ന തുലാസിൽ വളരെ ഭാരം തൂങ്ങുന്നതും നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പമുള്ളതും അള്ളാഹുവിനെ ഒരു അടിമ പറയുന്ന വാക്കുകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടമുള്ളതുമായ അതിപ്രധാനപ്പെട്ട നമ്മുടെ ദറജ ഉയരാനും നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനും പറ്റിയ ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. അല്ലാഹു തആല ഇത്രയും സമയം നമ്മൾ പറഞ്ഞ ദിക്റും സ്വലാത്തും തസ്ബീഹും അല്ലാഹുവിൻ്റെ ഇസ്മും എല്ലാം പടച്ചവൻ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് വേഗത്തിൽ അല്ലാഹു തആല ദുആ കബൂൽ ചെയ്യാൻ വേണ്ടി നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചതാണ് ഒരു ഫാത്തിഹ, 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, 1 പ്രാവശ്യം സൂറത്തുൽ ഫലക്ക്, 1 പ്രാവശ്യം സൂറത്തുൻ നാസ്. അത് ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു സൂറത്തുകളൊക്കെ ഓതാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ആരൊക്കെ ദുആ ചെയ്യാൻ ഇന്നത്തെ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കുന്നു. അല്ലാഹു നമ്മുടെ ദുആയിനെ നമ്മുടെ മജ്ലിസിനെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ
റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, പാപികളായ ദോഷികളായ ഞങ്ങൾ ചെയ്യുന്ന ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മജ്ലിസിനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയവരാ, എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇനിയുള്ള ജീവിതകാലം നിനക്കും നിന്റെ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പൊരുത്തമുള്ള നല്ല ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഭാര്യ ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ, അവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് മരണപ്പെട്ടു പോയവരുണ്ട്, അതുപോലെ മരുമക്കൾ, പേരക്കുട്ടികൾ, കുടുംബാദികള്, സുഹൃത്തുക്കള്, ഞങ്ങളുടെ സഹോദരിമാര്, സഹോദരങ്ങള്, അതുപോലെ വേണ്ടപ്പെട്ടവര്, നാട്ടുകാര്, കൂട്ടുകാര്, എല്ലാവരുടെയും ഖബറിടം നീ സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കഴിഞ്ഞ ആഴ്ച ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങള്, വയനാടിലെ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ ആരെല്ലാം ഉണ്ടോ മുഴുവൻ ആളുകൾക്കും റഹ്മാനെ നീ മഗ്ഫിറത്ത് നൽകണയല്ലാ, മർഹമത്ത് നൽകണയല്ലാ. ആ മുഅ്മിനീങ്ങൾക്ക് നീ ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേയല്ലാ. അല്ലാഹുവേ, പടച്ചവൻ, അതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ വരുന്നതിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഈമാൻ തരണയല്ലാ, ഇഖ്ലാസ് തരണയല്ലാ, തഖ്വ തരണയല്ലാ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുകയും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കി തരുകയും ചെയ്യണേ അല്ലാ. റഹ്മാനെ, ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ വസിയത്ത് പറയാറുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസ പ്രതിസന്ധികൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. കടം കൊടുത്തത് തിരിച്ചു കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്, അത് നീ വേഗത്തിൽ ഖൈറായിട്ട് തിരിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, വീടും സ്ഥലവും വിറ്റ് കിട്ടാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായി നിനക്കത് നീ വിറ്റു കൊടുക്കണേ അല്ലാ. വീട് പണി നടക്കുന്നവരുണ്ട്, അത് വേഗത്തിൽ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. സ്വന്തമായി കിടക്കാൻ വീടില്ലാത്തവരുണ്ട്, ഖൈറായ വീട് നീ കൊടുക്കണേ അല്ലാ. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്ത ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ, ഖൈറായ ഇണകൾ അവർക്ക് നീ അടുപ്പിച്ചു നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഭാര്യയോട് ഇഷ്ടം തരണേ അല്ലാ, ഭർത്താവിനോട് ഇഷ്ടം തരണേ അല്ലാ, മക്കളോടുള്ള സ്നേഹം തരണേ അല്ലാ, മാതാപിതാക്കളെ ബഹുമാനിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതിമാരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. മക്കള് കാരണം വിഷമിക്കുന്ന, ഇടങ്ങേറാകുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനത്തിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാ. ഉന്നതമായ വിജയം നീ കൊടുക്കണേ അല്ലാ. അവരുടെ പരീക്ഷകളിൽ ഉന്നതമായ മാർക്കോടുകൂടി പാസ്സാവാനുള്ള തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കൾക്ക് ഒരുപാട് രോഗങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ആരെയും നീ മാരകമായ അസുഖങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ. ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് രോഗമാണ് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും എല്ലാ രോഗവും ശിഫയാക്കി എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്ത് നീ പ്രധാനിക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗം ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരുടെ, ഭർത്താക്കന്മാരുടെ രോഗങ്ങൾ നീ പരിപൂർണമായി നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. വയനാട് ഉരുൾപൊട്ടലുണ്ടായി, ഞങ്ങളുടെ ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ ഇന്നും വലിയ കഷ്ടത്തിലാണ് കഴിയുന്നത്, പ്രയാസത്തിലാണ്. അല്ലാഹുവേ, അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവർക്ക് നീ പകരം ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ആ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ശുഹദാക്കളുടെ കൂട്ടത്തിൽ അവരെ നീ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നാട്ടിലും ഒരുപാട് പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാണ്. പല സ്ഥലത്തും മഴ അധികരിക്കുകയാണ്, പല സ്ഥലത്തും മഴയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ മഴ നീ ഞങ്ങൾക്ക് തരണയല്ലാ. ഷർറാകുന്ന, അദാബാകുന്ന മഴയെ തൊട്ട് കാക്കണയല്ലാ. അല്ലാഹുവേ, ശക്തമായ അതികഠിനമായ വെയിൽ വരുന്നതിനെ തൊട്ട്, ചൂടിനെ തൊട്ടും കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഖൈറും സലാമത്തും അധികരിപ്പിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാ. ഇന്ന് പെട്ടെന്ന് മരിക്കുന്ന കാലമാണ് ആളുകൾ. റഹ്മാനെ, പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട
അപകട മരണങ്ങൾ, മോശപ്പെട്ട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ ഒരുപാട് വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾ ശ്രദ്ധിച്ചാലും എതിരെ വരുന്ന വാഹനം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് അപകടമാണല്ലോ. അള്ളാഹുവിന്റെ മലക്കുകളുടെ കാവൽ ഞങ്ങൾക്ക് തരണയല്ലാ. അള്ളാഹുവെ പടച്ചവനെ, പരിശുദ്ധമായ ഈ സഫർ മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ. വിട പറഞ്ഞു പോയ മുഹറം മാസത്തിലെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ നന്മയും നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ഖൈറുകളുണ്ടോ ആ ഖൈറുകൾ നീ അടുപ്പിച്ചു തരണയല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണയല്ലാ, അഭിമാനം നൽകണയല്ലാ. ഫലസ്തീനിലെ, സിറിയയിലെ ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രതിസന്ധിയിലാണ്. അവർക്കെല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ഒരുപാട് വട്ടം ചെയ്യാനുള്ള തൗഫീക്ക് തരണയല്ലാ. കഅബ കാണാനുള്ള തൗഫീക്ക് വിധി നീ തരണയല്ലാ. ആ മുത്തായ റസൂലിന്റെ പച്ച കുബ്ബക്ക് ചാരചെന്ന് സ്വലാത്തും സലാമും കഥാ മനസ്സ് നിറച്ച് പറയാനുള്ള തൗഫീക്ക് നീ തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഒരുപാട് ഖുർആൻ ഓതാനും അല്ലാഹുവേ ആരോടും പിണക്കങ്ങളില്ലാതെ എല്ലാവരോടും നല്ല ബന്ധം പുലർത്താനുമുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. അല്ലാഹുവേ റബ്ബേ, ഓരോ വീഡിയോകൾക്ക് താഴെയും നിരവധി പേരാണ് ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങള് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞു ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ. രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങളെ നീ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. ഖബർ ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. നരക ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ലാ. സ്വർഗത്തിൽ മുത്തായ റസൂലിനോടൊപ്പം സന്തോഷത്തോടു കൂടി ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം തരണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഅൽ അംബിയാ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാ. നമുക്ക് നാളെയും മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും നമ്മുടെ പിരിയലും എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.